ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വർക്കൗട്ട് ചെയ്യുന്നത് ഷോൾഡറാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഷോൾഡറും ട്രൈസെപ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഹിറ്റ് ചെയ്തിട്ടില്ല, കാരണം അത്ര റിക്കവറി അത്ര ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാനത് മെല്ലെ മെല്ലെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നു, ഷോൾഡറും പിന്നെ ഈ ട്രൈസെപ്സും. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ച് ഫ്രീക്വൻസി കൂടിയ വർക്കൗട്ട്. അതുകൊണ്ടാണ് ഞാനത് ട്രൈസെപ്സ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയത്. സോ അപ്പോൾ ഷോൾഡർ വർക്കൗട്ടായിട്ട് ഇന്ന് കാണാം നമുക്ക് വീഡിയോയിൽ. കുറച്ച് വേരിയേഷൻസ് ചെയ്യാനുണ്ട്. മെയിനായിട്ട് എനിക്ക് റിയൽ ഡെൽറ്റ് ഫോക്കസ് ചെയ്യണം നന്നായിട്ട്, പ്ലസ് ലാറ്ററൽ ഹെഡ് നന്നായിട്ട് ഹിറ്റ് ചെയ്യണം. ഇതാണ് മെയിൻ ഫോക്കസ്. അത് കൂടാണ്ട് ട്രൈസെപ്സ് ഒരു 2 or 3 വർക്കൗട്ട് മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. ഷോൾഡർ ഒരു 4 വർക്കൗട്ട് അങ്ങനെ. പ്ലസ് അത് കഴിഞ്ഞിട്ട് കാർഡിയോ, എല്ലാ ദിവസവും പോയി പിന്നെ കാർഡിയോ. ഞാനിപ്പോൾ കാർഡിയോ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, കുറച്ചും കൂടെ എത്ര പോസിബിളായിട്ട് എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റും, ഫാറ്റ് അത്രത്തോളം കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറ്റുന്ന പീരീഡിൽ ഞാൻ മാക്സിമം കാർഡിയോ ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ വർക്കൗട്ട് ലാറ്ററൽ റൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കേബിൾ സിംഗിൾ ആമായിട്ട് ചെയ്യാം, അതാ കുറച്ചുകൂടെ ബെറ്റർ. എപ്പോഴും ഇതൊരു കൈൻ്റെ അളവിലിട്ടിട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ബെറ്റർ റെസിസ്റ്റൻസ് കിട്ടും ഷോൾഡറിൽ കണ്ടിന്യൂസ്ലി ആയിട്ട്. എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിനൊന്നും അറിയില്ല, ഇപ്പം പെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഒരു കാര്യം എന്നറിയില്ല. ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വേണത്തൊന്ന് കറക്റ്റ് ഡോക്ടറെ കാണിച്ചിട്ട് ശരിയാക്കണം. മേ ബി ഒരു സ്കാനിങ് ചെയ്യേണ്ടി വരും. ഞാനത് പോസ് ചെയ്യുമ്പോൾ എനിക്കത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പ്രോപ്പറായിട്ട് ഷോൾഡർ ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട് ഡബിൾ ബൈസെപ്സ് അടിക്കുമ്പോൾ അവർ മൊബിലിറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് സെറ്റ്. മാക്സിമം ഫീലർ വരെ. ഓക്കെ, ഞാൻ എൻ്റെ കറണ്ട് ഷോൾഡറിൻ്റെ കണ്ടീഷൻ വെച്ചതാണ്. അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് രണ്ട് ഷോൾഡർ. ഓക്കെ, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആദ്യമായിട്ട് ഇത്ര ലീനസ്റ്റ് ആണ്. എന്തായാലും ഈ വർക്കൗട്ട് ഫിനിഷ് ആക്കട്ടെ. ഷോൾഡർ പ്രസ് ഇതൊരു 3 സെറ്റ് ചെയ്യണം. ശേഷം റിയൽ ഡെൽറ്റിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് ഫിനിഷ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വർക്കൗട്ട് റിയൽ ഡെൽറ്റിൻ്റെ ആണ്. ഇത് കേബിളാണ് ചെയ്യുന്നത്. സൂപ്പർ എഫക്റ്റീവ്. എന്താ പറയുക, നല്ല ബെറ്റർ ഫോക്കസ് കിട്ടും. രണ്ട് പ്ലേറ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വലായിട്ട് കയ്യിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പെക്ടൊക്കെ ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾ കുറച്ചും കൂടെ എഫക്റ്റീവാണ്.
ഇത് 3 സെറ്റ്സ് അല്ലെങ്കിൽ 4 സെറ്റ്സ് ചെയ്യും. അധികം വോളിയൊന്നുമില്ല വർക്കൗട്ടിന്, അപ്പോൾ മാക്സിമം ചെയ്ത് എന്താ സ്ക്വീസ് ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര റെഗുലറായിട്ട് കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അനബോളിക്സ് യൂസ് ചെയ്യുന്നുണ്ടോ, മെഡിസിൻ ആണോ, ഇഞ്ചക്ഷൻ ആണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലോ. പല ആൾക്കാരും വന്നിട്ട് മെസ്സേജ് അയക്കുന്നതന്നെ ഇതാ അറിയാൻ വേണ്ടിയിട്ടാണ്. കോമഡി എന്താ വെച്ചാൽ ജിമ്മിൻ്റെ പടി ഇതുവരെ കയറാത്തവൻ വരെ വന്നിട്ട് ചോദിക്കുന്ന ഇതാ. അതാണ് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത്. കാരണം ഇപ്പം ജിമ്മിൽ പോകുന്ന ഒരാളാണ്, അത്യാവശ്യം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര ഫോക്കസ്ഡായിട്ട് നാച്ചുറലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് അറിയുന്നതൊക്കെ മനസ്സിലാവുന്നതായിരിക്കാം. അത് ഓക്കെയാണ്. എന്താ പറയുക, ജിമ്മ് ഇതുവരെ കാണാത്ത വന്നിട്ട് എന്തിനാ ചോദിക്കേണ്ടത് വായിക്കുമ്പോൾ അത് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഞാൻ പല ആൾക്കാർക്കും റിപ്ലൈ കൊടുക്കാറില്ല, ഒഴിവാക്കി പോകാറാണ് പതിവ്. കാരണം ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതന്നെ. Two more sets. Yes. ജസ്റ്റ് ഒരു 2 സെറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പറേറ്റ് കഴിഞ്ഞു, അതോടെ ഷോൾഡർ കഴിഞ്ഞ് ഇനി ട്രൈസെപ്സിൽ പോവാം. ഒരു 2 വർക്കൗട്ട്, ഒരു ഓവർ ഹെഡ് വർക്കൗട്ടും പിന്നെ ഡംബിൾസ് വെച്ച് എന്തെങ്കിലും സ്കൾ ക്രഷ് അറ്റൻഡ് ചെയ്യാം. ട്രൈസെപ്സിന് ഒരു വർക്കൗട്ട് ഫിനിഷായി. ഇനിയിപ്പോൾ പുഷ് ഡൗൺ ചെയ്യണം, ഒരു 3 സെറ്റ് റിവേഴ്സ് ഗ്രിപ്പാണ് ചെയ്യാൻ പോകുന്നത്. എനിക്കതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ട്രൈസെപ്സ് കുറച്ചുകൂടെ കോൺട്രാക്ഷൻ നോർമൽ റിവേഴ്സ് ഗ്രിപ്പിനേക്കാളും നോർമൽ ഓവർ ഹെഡ് ഗ്രിപ്പിനേക്കാളും റിവേഴ്സ് ഗ്രിപ്പ് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ഇത് ഫിനിഷായി, ഇനി നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോവാം. ഓക്കെ, ഗൈസ് എന്തായാലും ആപ്സും കൂടെ ചെയ്തിട്ട് പോകുന്നിരിക്കുന്നത് ഒരു ഇൻക്ലൈൻ ലെഗ് റേസ്. ഇതൊരു 4 സെറ്റ് ചെയ്യാം. കുറച്ച് ദിവസമായി ആപ്സിന് ട്രെയിൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട്. ഗൈസ് ഇപ്പോൾ വർക്കൗട്ട് ഓൾറെഡി കഴിഞ്ഞ് ആപ്സും കൂടെ ചെയ്ത് ഒരു 4 സെറ്റ്. ഇനിയിപ്പോൾ കാർഡിയോ ചെയ്യാൻ പോകും, ഒരു 45 മിനിറ്റ്സ് ട്രെഡ്മിൽ എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും ഇപ്പോൾ കാർഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ പറ്റുന്ന സ്ഥലം 2 നേരവും പോയിട്ട് ചെയ്യുന്നുണ്ട്, അതായത് 45 മിനിറ്റ്സിൻ്റെ 2 സെറ്റായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാർഡ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം.